നമ്മുടെ പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഇടപെടണ്ട എന്ന് കരുതിയതാണ്. കാരണം കാലങ്ങളായി മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടു കൂടി ഇങ്ങനെ സ്കൂളുകളിൽ അടിപിടി കൂടാതെ മതപരമായ വിവേചനം നടത്താതെ ഇങ്ങനെ കേരളത്തിൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോകുകയായിരുന്നല്ലോ. അപ്പം അത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തിന് ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത് വന്ന് കളങ്കം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു കാസയുടെ സ്കൂളിൽ നടന്ന സംഭവം മാത്രമായിരിക്കും, കത്തിക്കേണ്ടതില്ല എന്ന് കരുതി അതിൽ സംസാരിക്കാതിരുന്നതാണ്. എന്നാൽ ഈ ഒരു പ്രിൻസിപ്പാളിന് മാത്രം പറ്റിയ തെറ്റോ, ഈ സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത് വളരെ വിശാലമായി കത്തിക്കണമെന്നും ഇതൊരു ചർച്ചയാക്കണമെന്നും ഗവൺമെന്റിനോട് പോലും ഞങ്ങളുടെ നിയമം അംഗീകരിച്ച് ഇവിടെ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ മാത്രം പഠിപ്പിക്കും, അല്ലെങ്കിൽ പോയിക്കൊള്ളുക എന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവർ എടുക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായും ഒരു അജണ്ടയുള്ളതുപോലെയുള്ള ഒരു പ്രചാരണവും പ്രവർത്തനവുമാണ് ഈ കന്യാസ്ത്രീകൾ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ശിരോവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം, ഒരു കുട്ടിയോട് ബീഡി വലിക്കരുത് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയും, ആദ്യം നമ്മളത് നിർത്തണമല്ലോ. നമ്മൾ വലിക്കുന്നവരാണെങ്കിൽ നമ്മളത് നിർത്തിയതിൻ്റെ ശേഷം കുട്ടിയോട് പറയാ, കുട്ടി നാളെ മുതൽ നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു മാന്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടി തിരിച്ചു ചോദിക്കും, അപ്പൊ നിങ്ങൾ വലിക്കുന്നതോ എന്ന്. ഇത് ആ ഒരു മാന്യത നമുക്ക് ഒരു പ്രാഥമികമായി ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു മാന്യതയും ഇല്ലാതെ ശിരോവസ്ത്രം ധരിക്കൽ പവിത്രമാണെന്ന് ചിന്തിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കന്യാസ്ത്രീ വന്നുകൊണ്ട് പറയാണ്, ഞങ്ങളെ സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചവർ, തലയിൽ ഒരു തട്ടമിട്ടവർ, ഒരു തുണി ഇട്ടവർ നാളെ മുതൽ സ്കൂളിൽ വരണ്ട, അല്ലെങ്കിൽ ഞങ്ങളെ സ്കൂളിന് അത്തരത്തിലുള്ള ആളുകളെ വേണ്ട. എന്തൊരു സ്വഭാവമാണിത്. ഇത് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനെതിരല്ലേ? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെതിരല്ലേ? നമുക്കിവിടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ മതമനുസരിച്ച് ജീവിക്കുവാനും മതം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുവാനും ആ മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം തന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സ്കൂളിൽ ഇനി നമ്മൾ ക്ലാസ് എടുത്താൽ പോലും ഇവർക്ക് വലിയ എതിർപ്പ് പറയാനില്ല. പക്ഷെ അത്തരത്തിലൊന്നും കുട്ടി ചെയ്തില്ലല്ലോ. കുട്ടി ഈ രക്ഷിതാവ് പറയുന്നത്, എൻ്റെ 4 പെൺമക്കളും ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി ഇപ്പോൾ ലണ്ടനിൽ PG ചെയ്യുന്നു, മറ്റൊരു കുട്ടി റഷ്യയിൽ MBBS ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പിതാവ് ഇപ്പോൾ ആ കുട്ടിയെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നില്ല, അവിടുന്ന് വൈകാതെ TC വാങ്ങുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പിതാവ് പറയാനുള്ള കാരണം എന്താണ്? തികഞ്ഞ വർഗീയത ഈ പ്രിൻസിപ്പളായ ഈ ശിരോവസ്ത്രം ധരിച്ചിട്ടുള്ള ഈ കന്യാസ്ത്രീ പറഞ്ഞതുകൊണ്ടാണ്. ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുളവാക്കുന്നു എന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിൻ്റെ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി. അങ്ങനെ ഒരു വാക്ക് ഒരു പ്രിൻസിപ്പൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണത്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഹിജാബ് ധരിച്ചുകൊണ്ട് അഥവാ തലയിൽ ഒരു കഷണം തുണിയിട്ട് തല മറച്ചുകൊണ്ട് വരുന്ന ഈ കുട്ടിയെ കണ്ട് സ്കൂളിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ഭയപ്പെടുന്നു പോലും. ആരാ പറയുന്നത്? തലയിൽ ദിവസവും ധരിച്ച് സ്കൂളിലേക്ക് വരുന്ന ഒരു ടീച്ചറാണ് പറയുന്നത്. ഇത് കുട്ടിയുടെ മാനസിക നിലക്ക് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ചെറിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിയാണ്. ഒരു ആൺകുട്ടിയോടാണ് പറഞ്ഞതെങ്കിൽ ആ ആൺകുട്ടിക്ക് പോലും മനസ്സിന് വിഷമം വരും. കാരണം നീ ഇത്തരത്തിൽ വരുന്നതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വല്ല ആയുധമെടുത്താണോ വരുന്നത്? കുട്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ ഭയപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കരുതി തോക്കോ മറ്റു വിഷയങ്ങളോ ബോംബോ എടുത്താണോ സ്കൂളിൽ വരുന്നത്? എങ്ങനെയാണ് മറ്റു കുട്ടികൾ ഈ കുട്ടിയെ കണ്ട് ഭയപ്പെടുക? ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ചില വീഡിയോകൾ നമുക്ക് എത്ര സൗഹാർദ്ദം, മനസ്സിന് കുളിർമ തരുന്ന ഒരു വീഡിയോകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു മുസ്ലിം വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഒരു അമുസ്ലിം വിദ്യാർത്ഥിനികളും ഒക്കെ ഒന്നിച്ചു പോകുന്നു. മുസ്ലിം വിദ്യാർത്ഥിയുടെ ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോയിൽ അവൾ പോലും അറിയാതെ മുസ്ലിം വിദ്യാർത്ഥിയുടെ ഈ തട്ടത്തിന്റെ ഈ തുണിയുടെ ഒരു തലയെടുത്തുകൊണ്ട് മുഖം തുടക്കുന്ന മറ്റ് ഒരു അമുസ്ലിമായ വിദ്യാർത്ഥിനി. എന്തൊരു സൗഹാർദ്ദമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം ഈ ഒരു വിഷയം ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ്
സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മുസ്ലിമീങ്ങളെക്കാൾ ചെറിയ ഒരു വിഭാഗമായ ന്യൂനപക്ഷമാണ് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒക്കെ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ പഠിക്കാറുണ്ട്. അതുപോലെ ഹിന്ദുക്കൾ മാനേജ് ചെയ്യുന്ന സ്കൂളുകളിലും നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പഠിക്കാറുണ്ട്. ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. ശിരോവസ്ത്രം എന്ന് പറയുന്നത് ആർക്കും ഒരു വിഷയവുമല്ല. അപ്പൊ അത്തരത്തിൽ ഇക്കാലം അത്രയും അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. ഇത് മർക്കസിന്റെയും ഈ മുസ്ലിമീങ്ങൾ നടത്തുന്ന മർക്കസിന്റെയും മറ്റുമൊക്കെ കീഴിൽ ഒരുപാട് ക്രിസ്ത്യാനികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അവർ പലപ്പോഴും കുരിശ് ധരിച്ച് സ്കൂളിൽ വരുന്നു എന്നാണ് ഈ ഇന്നലെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിന്റെ മാനേജ്മെന്റ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആരെയും തടയാറില്ല. അതുപോലെ തന്നെ ശബരിമലയിലേക്ക് പോകേണ്ട സമയത്ത് കറുത്ത വസ്ത്രമിട്ട് വരുന്നു, ആരെയും തടയാറില്ലെന്ന് മാത്രമല്ല, റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്കൊരാദരവും ഉണ്ടാകും എന്നുള്ളതാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ വെള്ളിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ്റെ ക്ലാസ്സിലൊക്കെ ശബരിമലക്ക് പോകുന്ന കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചു വരുമായിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ പലപ്പോഴും ഞങ്ങൾ തമാശയിൽ പലതും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അത്തരത്തിനിടയിൽ ഈ ഒരു പരിധി വിട്ടുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളിപ്പോ മലക്ക് പോകാൻ മാലയിട്ടവരാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ തമാശ പറയുന്ന സമയത്ത് പോലും അവർക്കൊരു വേറെ തന്നെ ഒരു ആദരവ് കൊടുത്തുകൊണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തു പോയത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അമുസ്ലിമാണെന്ന് വെക്കുക, ഒരു മുസ്ലിയാര വസ്ത്രം ധരിച്ച ഒരു കുട്ടി, തലപ്പാവും മറ്റുമൊക്കെ ധരിച്ച കുട്ടിയെ അമുസ്ലിമീങ്ങൾ ബഹുമാനിക്കുന്ന ഒരു കാലാവസ്ഥയും മറ്റുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് അതിനൊക്കെ തികച്ചും വ്യത്യസ്തമായി മുസ്ലിമീങ്ങളെക്കാൾ ചെറിയ ഒരു വിഭാഗമായ ക്രിസ്ത്യാനികൾ ഇപ്പോൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഇങ്ങനെ തട്ടമിടരുത്, മറ്റൊക്കെ ചെയ്യരുത്, ഇവർക്ക് അതൊക്കെ ആവാം, അത് മാത്രവുമല്ല ശിരോവസ്ത്രം ധരിക്കുന്നത് പവിത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. ഇതിനൊക്കെ ഇടക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം ഈ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ചില കാസയുടെ നേതാക്കന്മാരും പ്രസംഗികളുമൊക്കെ ഇത്തരത്തിൽ പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ഒന്നുമല്ല ഈ തലമറക്കുക എന്നുള്ളത് എന്നാണ്. അവരാണോ ഇസ്ലാമിന്റെ നിയമം പറയേണ്ടത്? ഇസ്ലാമിന്റെ നിയമം മുസ്ലിം പണ്ഡിതന്മാർ പറയും. ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് സ്ത്രീകൾ. ഒരു മതത്തിലെ ഒരുപാട് വിഭാഗമുണ്ട് മുസ്ലിമീങ്ങളുടെ, നമുക്കറിയാം. ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയമാണ് തലമറക്കുക എന്നുള്ളത്. ചില പണ്ഡിതന്മാരിൽ ചിലർക്കെങ്കിലും ഈ ചില വിഭാഗത്തിന് മുൻകൈയും മുഖവും മറക്കണമോ എന്ന വിഷയത്തിൽ, അത് നിർബന്ധമാണോ എന്ന വിഷയത്തിൽ ചിലപ്പോൾ ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും തലമറക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ സംശയങ്ങളില്ലാത്തൊരു വിഷയമാണ്. ഖുർആനിൽ അത് നിർബന്ധമാക്കുന്നു. അതായത് ഇപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില ആളുകൾ പറയുന്നത് ഈ കുട്ടി ഇന്നലെ വരെ, കഴിഞ്ഞ ഈ ദിവസം വരെ ഈ തലമറക്കാതെയാണ് വന്നിട്ടുള്ളത് എന്നാണ്. കുട്ടികളോട് ഓരോ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നതിലും അവരിൽ അത് നിർബന്ധമായി വരുന്നതിലും ഇസ്ലാമിന് ചില ചട്ടക്കൂടുകളുണ്ടെന്ന് ഇവർ മനസ്സിലാക്കണം. ഒരു ചെറിയ കുട്ടി, ഒരു 2 വയസ്സുള്ള 3 വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ തലമറക്കേണ്ടതില്ല. ആദ്യമായി തലമറക്കാൻ ആജ്ഞാപിക്കുന്നത്, നിർബന്ധമായ ഒരു വിഷയം പറയാൻ നിസ്കരിക്കണമെന്ന് പറയുന്നത് 7 വയസ്സാവുമ്പോഴാണ്. 10 വയസ്സാവുമ്പോൾ അത് നിർബന്ധമായും ധരിക്കണമെന്ന് അവരോട് പറയണം. അത് മാത്രവുമല്ല, കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ കുട്ടി അത് ധരിക്കൽ പിന്നെ നിർബന്ധമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ 2-3 ഘട്ടങ്ങളുണ്ട്. ഇന്നലെ വരെ ചെയ്തില്ല, മെനഞ്ഞാന്ന് ചെയ്തില്ലായിരുന്നു എന്നൊക്കെയുള്ള വാക്കുകളിൽ ഒരർത്ഥവുമില്ല. ഓരോ ഘട്ടത്തിലും. അത് മാത്രവുമല്ല, ഇന്നലെ വരെ ഒരാൾ മോശമായി നടന്നു എന്ന് വെക്കുക, അയാൾക്ക് നാളെ മുതൽ നന്നായിക്കൂടാ എന്ന്, അല്ലെങ്കിൽ ഇന്ന് മുതൽ നന്നായിക്കൂടാ എന്ന്, റിലീജിയസ് പ്രാക്ടീസ് എടുത്തുകൂടാ എന്ന് നമ്മുടെ ഭരണഘടനയിൽ ഇല്ല. അപ്പൊ നമ്മുടെ ഭരണഘടന ഒരാൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന റൈറ്റുകളൊക്കെ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുവാനും, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷനും ഒക്കെ നിരോധിക്കണം, അതൊക്കെ ആവശ്യമില്ലാത്താണ്, ഞങ്ങളുടെ നിയമമാണ് ഇവിടെ നിയമം എന്ന് പറയുന്ന ഈ കന്യാസ്ത്രീകൾക്ക് എവിടെ നിന്നാണ് നിയമം പഠിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഈ രാജ്യത്തെ, ഇവർക്ക് ഇതിന്റെ സൂക്കേട്
വരാനുള്ള ഒരു വേറൊരു വിഷയമുണ്ട്. അത് ഈ കന്യാസ്ത്രീ, പ്രിൻസിപ്പൾ കന്യാസ്ത്രീ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ്. എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ. അപ്പൊ അതാണ് ഇപ്പൊ രോഗം മാറ്റാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ വിവാദം ഉണ്ടായത് മുതൽ ആദ്യം ഓടിയെത്തിയ ആള് ഷോൺ ജോർജ് ആണ്. ഈ ഷോൺ ജോർജിന് വളരെ മനസ്സിന്റെ ഉള്ളിന്റെ തട്ടിൽ നിന്ന് ഒരു വലിയ നന്ദി അറിയിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് രോഗം മാറ്റാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇവർ ഇത്തരത്തിൽ ഇന്ന് ഷോൺ ജോർജുമാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തട്ടമിടാതെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ചില എം പിമാരും മറ്റുമൊക്കെ ഈ കോംപ്രമൈസിന് വന്നിട്ട്, എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു പാർട്ടിയും ഈ ഭാവി ഇന്ത്യക്ക് അനിവാര്യമായ ഒരു പ്രസ്ഥാനവുമാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ രാഹുൽ ഗാന്ധിയുടെ ഉത്തരേന്ത്യയിലെയും മറ്റുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഞാൻ നല്ല വീഡിയോകൾ ചെയ്യാറുമുണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. വ്യക്തിപരമായി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കോൺഗ്രസിന്റെ ചില ഒരു എം പി ഇടപെട്ടിട്ട് ഈ ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് സംയമനം, അത് തീർത്തു എന്നുള്ളത്. എങ്ങനെയാണ് തീർത്തത്? നാളെ മുതൽ കുട്ടി സ്കൂളിൽ റിലീജിയസ് പ്രാക്ടീസ് ചെയ്യാതെ, അവർക്ക് ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന ഈ നിയമം പാലിക്കാതെ, അവർക്ക് അനുവദിച്ചു കൊടുക്കാതെ, ഈ തട്ടമിടാതെ, തലമറക്കാതെ സ്കൂളിൽ വരണം എന്ന്. അതായത് ഈ അച്ഛനെയും കുട്ടിയുടെ പിതാവിനെയും മറ്റുമൊക്കെ ഭയപ്പെടുത്തി. കാരണം നിങ്ങളെ കുട്ടി ഇത്തരത്തിൽ നിങ്ങൾ പറയുന്നത് കൊണ്ട് ഇവിടെ വലിയ മതസൗഹാർദ്ദം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അതുകൊണ്ട് ഇതൊരു വർഗീയമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ കാരണം, അതുകൊണ്ട് നാളെ ഈ തട്ടിടാതെ വരണോ. എങ്ങനെയുണ്ട് മധ്യസ്ഥം എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, പിന്നെ കോടതി വിധിയുണ്ട് എന്നൊക്കെ ചിലർ ഇപ്പോ കോടതിയിൽ നിന്ന് സ്കൂളിന് എതിർപ്പ് നേരിട്ടു എന്നാണ് കഴിഞ്ഞ ഇന്നലത്തെ അവസാന വാർത്ത എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസ വകുപ്പിനോട്, സർക്കാരിനോട് കോടതി വിശദീകരണം തേടി എന്നുള്ളതാണ്. അത് ഈ സർക്കാർ കുട്ടിയെ സ്കൂളിൽ കയറ്റണമെന്നുള്ള സർക്കാരിന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തില്ല എന്നുള്ളതാണ്. ഇവിടെ കോടതികളും ഇവിടുത്തെ നാട്ടുകാരും മനസ്സിലാക്കേണ്ടത്, ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്ന കൃസംഗികളും അല്ലാത്തവരും അതിനെപ്പറ്റി അറിയാത്ത ചില ആളുകളും ഈ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പറയാനുള്ളത്, മുസ്ലിമീങ്ങൾക്ക് തലമറക്കൽ നിർബന്ധമാണ്. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി തലമറക്കാതെ റോഡിലൂടെ പോകുകയോ മറ്റ് ജോലികൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുസ്ലിമീങ്ങൾ റിലീജിയസ് പ്രാക്ടീസ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഉത്തരവാദികളല്ല. മുസ്ലിമീങ്ങൾ എന്തിനാണ്? ഖുർആൻ പറയുന്നതും ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. അവൻ ഇബാദത്ത് ചെയ്യാനായിട്ടല്ലാതെ ഒരാളെയും ഇവിടെ പടച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ, പിന്നെ ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ. അള്ളാഹു നിർബന്ധമാക്കിയ, ഇസ്ലാം നിർബന്ധമാക്കിയ ഓരോ വിഷയവും ചെയ്യാനാണ് ഇവിടെ ജീവിക്കുന്നത് തന്നെ എന്ന് പറയുമ്പോൾ പിന്നെ വിദ്യാഭ്യാസം നേടുന്നത് എന്തിനാണ്? വിദ്യാഭ്യാസവും അതിനു വേണ്ടിയാണ്, ജീവിക്കാനാണ്. ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. ജീവിക്കുന്നത് ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ആ അള്ളാഹുവിനെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ എടുത്തുകൊണ്ട് ജീവിച്ച് മരിക്കാനാണ്. അപ്പോൾ ഒരു മുസ്ലിമിന് നിർബന്ധമാണോ അല്ലയോ? ഇവിടെ ലോകം ഇടിഞ്ഞു വീണ് കഴിഞ്ഞാലും നിർബന്ധമായ വിഷയങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം കൽപ്പിച്ചത് ചെയ്തേ മതിയാവൂ. പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ശിരോവസ്ത്രം ധരിക്കൽ നിർബന്ധമില്ല എന്ന് ചാനലിൽ ഇരുന്നു കൊണ്ടുവന്ന് പറയുക എന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവരാണ് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിച്ച്, അല്ലെങ്കിൽ അറിയാവുന്നതോടുകൂടി ഇതിനെ ഒരു നിർബന്ധമല്ലാതെ വൽക്കരിക്കണമെന്ന് ഗൂഢചിന്തയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നത്. പിന്നെ ചിലർ പറയും ഈ ഒരു സ്കൂളിന് മാനേജ്മെന്റിന് വലിയ ഒരു ഇതില്ലേ, അവരുടെ റൂൾസ് പാലിക്കേണ്ടതില്ലേ? അവർ റൂൾസിലുണ്ട്, ഇത്തരത്തിൽ ഒരു മതത്തിന്റെ ചിഹ്നം ഉപയോഗിച്ച് വരരുത്, അവർ തീരുമാനിച്ച യൂണിഫോം ധരിച്ചു വരണം, അത്തരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ റൂള് തന്നെ തെറ്റാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നമ്മുടെ നാട്ടിൽ മതവൈവിധ്യം പാടില്ല എന്ന് എഴുതി വെച്ച ഭരണഘടനയുള്ള നാട്ടിൽ പിന്നെങ്ങനെയാണ് മതത്തിന്റെ പേരിൽ വിവേചനം സൃഷ്ടിക്കുക? ഒരു റൂളിൽ ആ റൂള് മാറ്റേണ്ടതല്ലേ? ചില ആളുകൾ പറയാണ് മതവിവേചനം പാടില്ലെന്ന് പറഞ്ഞത് ഇവിടെ മുസ്ലിമീങ്ങൾക്ക് വേറെ തട്ടമിട്ട് വരാൻ പാടില്ല എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞത്. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ടത്, വിവേചനം എന്ന് പറഞ്ഞാൽ മതപരമായ ചിഹ്നങ്ങളിട്ട് അല്ലെങ്കിൽ മതപരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ്
ഈ ആർട്ടിക്കിൾ 14, 15 ഒക്കെ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ അയാൾ മതപരമായി ഈ ഒരു സിഖുകാരൻ തലമറക്കാൻ തലപ്പാവ് ധരിക്കാൻ പാടില്ലെന്നല്ല, അതുപോലെ തന്നെ ഈ മുസ്ലിമീങ്ങൾ അവരുടെ റിലീജിയസ് പ്രാക്ടീസ് വേണ്ട എന്ന് വെക്കലല്ല. ഹിന്ദുക്കളായാലും മറ്റാളുകൾ ആരായാലും ഏത് മതത്തിൻ്റെയും ഏത് അവർക്ക് നിർബന്ധമായും ഉപയോഗിക്കേണ്ട മതത്തിന്റെ ആചാരങ്ങൾ വസ്ത്രത്തിലോ മറ്റോ കൊണ്ടുവന്നാൽ അതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്താൻ പാടില്ലെന്നാണ് ഈ ആർട്ടിക്കിളുകളൊക്കെ നമ്മ പഠിപ്പിക്കുന്നത് എന്ന് ഇത്തരക്കാർ മനസ്സിലാക്കുക. ഏതായാലും ഈ വിഷയം ഇത് സമൂഹത്തിലേക്ക് ഇപ്പോൾ കത്തിപ്പടരുകയാണ്. ഈ ഒരു വിഷയം സാമൂഹിക നീതി ഉറപ്പിൽ വരുത്തണമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളൊക്കെയും ഈ കുട്ടിയുടെയും പിതാവിൻ്റെയും പക്ഷത്തായിരിക്കണം. ഈ സ്കൂളിന് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ, ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു തെറ്റാണെന്നും അത് തിരുത്തുന്നത് വരെ ശബ്ദമുയർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.